ധന്യ, രണ്ട് തീവ്രവാദികൾ തമ്മിലടിക്കുന്നു. അതായത് പാകിസ്ഥാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തീവ്രവാദം തന്നെയാണ് അവിടെയും ഭരിക്കുന്നത്. ഇപ്പോൾ ഇമ്രാൻഖാനെ പ്രധാനമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര യുദ്ധം അവിടെ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. പട്ടാള അട്ടിമറി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിനിടയിലാണ് ഈ പറയുന്ന മറ്റേ നമ്മുടെ ഒരു സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, ക്രോണിക് ബാച്ചിലർ. ആ സിനിമയിൽ ഈ അരിശ്രീ അശോകനും ഇന്നസെന്റും കൂടി അടിയുണ്ടാക്കുമ്പോൾ അടി കിടന്നിട്ട് ഇങ്ങനെ അത് ഇതിന് പിടിക്കുന്നുണ്ട്, അരിശ്രീ അശോകന്റെ പാൻറ്റിന് പിടിക്കുന്നുണ്ട്. നീ ഇതിനിടയിൽ ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നത്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ കയറിയിട്ട് ഇതിനിടയിൽ കൂടെ പാകിസ്ഥാൻ ഇട്ട് പൊട്ടിക്കുകയാണ്. ഇതെന്തിനാണ് പിന്നെ ഈ ഏട്ടനും അനിയനും കൂടി അടിയുണ്ടാക്കുന്നത്? എൻ്റെ തീവ്രവാദമാണോ വലുത് അതോ നിന്റെ തീവ്രവാദമാണോ വലുത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അഫ്ഗാൻ അതിർത്തിയിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഇവർ തമ്മിൽ തല്ലി തീരുമോ? തമ്മിൽ തല്ലി തീരണം. നല്ലവരായ മുസ്ലിങ്ങൾ തീരരുത്. നല്ലവരായ തീവ്രവാദികളില്ലല്ലോ, തീവ്രവാദികളിൽ നല്ലവരില്ലല്ലോ. നല്ലവരായ ആളുകൾ മരിക്കരുത്. പക്ഷേ ഈ രണ്ട് പന്നികളും തീരണം. കാരണം എവിടെ കൂടി നുഴഞ്ഞു കയറി ഏത് രാജ്യത്തെത്തി ആ രാജ്യത്തിൻ്റെ സമാധാനം എങ്ങനെ തകർക്കാം, എങ്ങനെ അവിടെ തീവ്രവാദത്തെ വളർത്താം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ അഫ്ഗാൻകാരും പാകിസ്ഥാൻകാരും. അപ്പം രണ്ടുപേരും നമ്മൾ വിചാരിക്കുന്നത് എന്താ, രണ്ട് പന്നികളും നല്ല സ്നേഹത്തിലായിരിക്കും. കാരണം രണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ. പാകിസ്ഥാൻ കൊടും പട്ടിണിയിൽ കിടക്കുന്ന രാജ്യമാണ്. പക്ഷേ അവിടെ തീവ്രവാദികൾക്ക് സുഭിക്ഷമായ ഭക്ഷണം, സൗകര്യങ്ങൾ, പെണ്ണിനാണെങ്കിൽ പെണ്ണ്, കൊച്ചു പിള്ളേരെയാണെങ്കിൽ കൊച്ചു പിള്ളേരെ കൂട്ടി കൊടുക്കാനും കൊണ്ടെത്തിക്കാനും ഒന്നും ഒരു പ്രശ്നവുമില്ല. താലിബാനിലാണെങ്കിൽ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇവിടെയും ഹൂറികളുമായി അഴിഞ്ഞാടി സുഖിച്ച് സുഖലോലുപരായി ജീവിക്കണം. ഇവിടെ നിന്ന് നേരെ തീർന്ന് സ്വർഗത്തെത്തുമ്പോൾ അവിടെയും ഹൂറികളുമായി അഴിഞ്ഞാടണം. ഇതാണ് ഇവന്മാരുടെ ചിന്ത എന്ന് പറയുന്നത്. ഇവിടെ മദ്യപ്പുഴയില്ല, ഇവിടെ ബാക്കിയെല്ലാം ഉണ്ട്. അവിടെ പാൽപ്പുഴയുണ്ട്, മദ്യപ്പുഴയുണ്ട്. ഒരു ആപ്പിൾ പറിക്കുമ്പോൾ തന്നെ രണ്ടെണ്ണം വീണ്ടും വരും. 120 മുറിക്ക് സമാനമായ ഒരു റൂമുള്ള വീട്. അപ്പൊ ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പക്ഷെ പെണ്ണ് കിട്ടും. അതുകൊണ്ട് ഇവന്മാര് പെണ്ണ് ഉപഭോഗ വസ്തുവാണല്ലോ. അതൊരു കാർഷിക വിളയിടമാണല്ലോ, കൃഷിയിടമാണ്. അപ്പൊ അവിടെ ഉഴുതു മറിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ബോംബുകൾ. പക്ഷെ ഇവിടെ തളരുമ്പോൾ ഇവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ബോംബുകൾ ഇടുക, ചെറിയ ചെറിയ തീവ്രവാദികളെ ഇറക്കുക, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാള്. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി. അല്ല, ഇവർ യുദ്ധത്തിന് പോകുമ്പോൾ ഈ മരിച്ച് മുകളിലെത്തിയാൽ ഹൂറികളുമായിട്ട് ഉഴുതുമറിക്കാനുള്ള യന്ത്രം ഇരുമ്പ് മറയിട്ട് ബന്ധിച്ചു വെക്കും, പൂട്ടി വെക്കും. അത്രയും ഇതായിട്ടാണ് ഇവരെ ജീവിക്കുന്നതെന്ന് പറയാം. ജീവിതമേ ഹൂറികളുമായി അഴിഞ്ഞാടണമെന്നാണ് ഈ പന്നികളുടെയൊക്കെ ചിന്ത. അതിന് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത്. ഇപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ട് തീവ്രവാദ രാജ്യങ്ങൾ. അപ്പോൾ ഇവന്മാർ തീവ്രവാദികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ നുഴഞ്ഞു കയറാതിരിക്കാൻ ഇന്ത്യൻ സൈനികർ കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല 2014 ശേഷം BJP സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാരുടെ കളികളൊന്നും നടക്കാത്തത്. നമ്മുടെ ധീര സൈനികൻ അഭിനന്ദ് വർത്തമാനെ കൊണ്ടുപോയ സമയത്ത് ട്രംപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, മോദിയുടെ മറ്റൊരു മുഖമാണ് ഞാൻ അവിടെ കണ്ടത്. കാരണം ഞാൻ പാകിസ്ഥാനുമായി സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോദി പറഞ്ഞു, വേണ്ട, 24 മണിക്കൂർ ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്. അതിനിടയ്ക്ക് എൻ്റെ സൈനികൻ എൻ്റെ രാജ്യത്തെത്തിയില്ലായെങ്കിൽ പിന്നെ നിൻ്റെയൊക്കെ രാജ്യമുണ്ടോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മോദിയെ ഭയന്നുകൊണ്ട് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് വാഗ അതിർത്തിയിൽ അഭിനന്ദ് വർത്തമാനെ കൊണ്ടുവന്ന് പാകിസ്ഥാൻ നിർത്തിയ കാഴ്ച ലോകമെമ്പാടും, അതായത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും, BJP സ്നേഹിക്കുന്നതല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ സൈനികരെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ ഇരുന്ന് കണ്ട നിമിഷങ്ങളാണത്. അപ്പോൾ മോദിയെ ഭയമുള്ളത് കൊണ്ട് ഇന്ത്യയോട് വലിയ കളിക്ക് ഇവന്മാർ മുതിരില്ല, ഭയമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗ്ലാദേശിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള ചില പദ്ധതികളൊക്കെ ഇവിടെ കൂടെയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സൈഡ് നടക്കട്ടെ. ഇപ്പോൾ പാകിസ്ഥാൻ്റെ 2 സൈനിക പോസ്റ്റുകൾ അഫ്ഗാൻ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. മാത്രമല്ല 19 പാക് സൈനികരെ കൂടി കൊന്നു. കാരണം ഞങ്ങൾ ഇപ്പൊ പ്രാർത്ഥന ആദ്യം പറഞ്ഞതുപോലെ, നീയാണോ വലിയ തീവ്രവാദി, ഞാനാണോ വലിയ തീവ്രവാദി? ചോദ്യം ചോദിച്ചു വെച്ച് ടിഷ്യൂവും ഞാനാണ് വലുത്, ടിഷ്യൂ നീയാണ് വലുത്, ഈ ലെവലിലേക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ
ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. രണ്ടെണ്ണത്തിന് മനുഷ്യ പറ്റില്ലാത്ത കൂട്ടങ്ങളാണ് രണ്ടും. എന്ത് ചെയ്യണമെന്നറിയാത്ത, മനുഷ്യപ്പറ്റില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, കാരുണ്യമില്ലാത്ത രണ്ടാളുകളാണ്, രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അല്ല തന്നെ അതിലിടയ്ക്ക് ഒരു സംശയമല്ല, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ രാജ്യത്തും കയറി അവിടേക്ക് കയറുക, എന്നിട്ട് അവിടെ പിന്നെ പതുക്കെ ഭൂരിപക്ഷമാകുമ്പോൾ തീവ്രവാദം കൊണ്ടുവരിക, ആ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിന്റെ രാജ്യം ഉണ്ടാക്കാൻ നോക്കുക, ഇതാണ് തീവ്രവാദികളുടെ ഒരു നിലപാട്. എന്നിട്ടോ ഇനിയിപ്പോ ഇവരെല്ലാ രാജ്യത്തും കയറി ആധിപത്യം സ്ഥാപിച്ചു എന്ന് വെക്കട്ടെ, എന്നാൽ സമാധാനം വരുമോ? ഇല്ല, ഇവർ തമ്മിലടിക്കാൻ തുടങ്ങും. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലപാട് വേറെ ആരെയും കിട്ടാല്ല. ഇന്ത്യയിലോട്ട് ചെന്ന് കയറാൻ പറ്റൂല. അത്യാവശ്യം ഗൾഫ് രാജ്യങ്ങളൊക്കെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് കയറി വരണ്ട. പിന്നെ ഇറാൻ ഉണ്ടായിരുന്നു. ഇറാൻ ഇപ്പോ ഇസ്രായേൽ എന്ന് തകർക്കും എന്നുള്ള ആശങ്കയിൽ ഖമനേയി ബങ്കറിന്റെ അടിയിലാണ്. 20-ാം തീയതി ട്രംപും കൂടി അധികാരത്തിലേറി കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ നോക്കണ്ട. അപ്പൊ പിന്നെ ആരെ നെഞ്ചത്തോട്ട് കയറി നോക്കിയപ്പോ അഫ്ഗാൻ, ഓഹോ എന്നാ നിന്റെ നെഞ്ചത്തോട്ട് എന്നെ കയറാം. അപ്പൊ അവന്മാര് പറഞ്ഞു വാ ഇപ്പൊ തീർത്തേരാം എന്നാ നിന്റെ. അങ്ങനെ രണ്ട് പന്തികളും കൂടെ കിടന്നടിയാണ്. പക്ഷെ കാണാൻ നല്ല രസമാണ്. രണ്ട് തീവ്രവാദികൾ തമ്മിൽ അടിച്ച് തീരണം. എന്നാ ലോകം തീവ്രവാദ ശക്തികളെ കൊണ്ട് സഖി കെട്ടിരിക്കുകയാണ്. ഇവന്മാർക്കൊരു ഇസ്രായേലിൽ തന്നെ അന്ന് കണ്ടില്ലേ, 2023 ഒക്ടോബർ 7-ാം തീയതി ഒരു പരിപാടിയിലേക്ക് അങ്ങ് ഇടിച്ചു കയറി എത്ര പേരെയാണ് ഇവന്മാർ തീർത്തത്, ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മൾ എത്ര സൈനികരെയാണ് തീർത്തത്. നമുക്ക് വേണ്ടി സ്വന്തം കുടുംബം പോലും അല്ലെങ്കിൽ മറന്നുകൊണ്ട് നമ്മുടെ രാജ്യം കാത്തുനിന്ന് നമ്മുടെ സൈനികർ, ഉറി ആക്രമണം, പുൽവാമ ആക്രമണം, ബലേക്കോട്ട് ആക്രമണം, എത്ര ആക്രമണങ്ങൾ. ഇതിനൊക്കെ BJP സർക്കാർ കൃത്യമായി മറുപടി കൊടുത്തില്ലേ? അപ്പോ പിന്നെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് താജ് ഹോട്ടലിൽ അജ്മൽ കസബ് നടത്തിയ നരനായാട്ടിൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് തടയാനും കഴിഞ്ഞില്ല. അതെ, അത് തടയാൻ കഴിഞ്ഞില്ല. തടയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, പറയാം, കുറച്ചുകൂടെ ആടി തീർക്കട്ടെ. അപ്പൊ അതിനാളെ വിവാദമാവുമെന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ആവുമെങ്കിൽ ക്ഷമിക്കുക. എന്തിനാ വിവാദമാവല്ല, അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നമ്മളന്ന് ചർച്ചകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ചാന്ദ് മൽഹോത്ര എന്ന് പറയുന്ന ഒരു സൈനികൻ, നമ്മുടെ എത്രയോ സൈനികരെ, 38ഓളം സൈനികരെ പാക് സേന കൊന്നപ്പോൾ കോൺഗ്രസ് സർക്കാരിനോട് പോയി ഞങ്ങൾ തിരിച്ചടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒറ്റയ്ക്ക് പാകിസ്ഥാനിൽ പോയി പാക് ഭീകരരെ കൊന്നിട്ട്, പാക് സൈനികരെ കൊന്നിട്ട് അവരുടെ ചെവി അറുത്തോണ്ട് വന്നു കോൺഗ്രസ് സർക്കാരിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാൻ. ഞങ്ങളുടെ പട്ടാളക്കാരെ തൊട്ടാൽ നിങ്ങളുടെയൊന്നും അനുവാദം ഞങ്ങൾക്ക് വേണ്ട, അല്ലാതെ തന്നെ പോയി തീർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് അറിയാം എന്ന് കാണിച്ചു കൊടുത്ത ധീരനായ ഒരു പട്ടാളക്കാരനായിരുന്നു ചാന്ദ് മൽഹോത്ര. ഇത് മനോരമ ന്യൂസ് ചാനലിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനിടെ മേജർ രവി പറഞ്ഞതാണ് ചാന്ദ് മൽഹോത്രയെ കുറിച്ച്. അന്നാണ് ചാന്ദ് മൽഹോത്രയെ കുറിച്ച് കേരളം അന്വേഷിച്ചു തുടങ്ങിയത്. അല്ല, ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ധന്യ ഇപ്പൊ പറഞ്ഞത്. ഇപ്പം ചരിത്രങ്ങൾ പലതും നമ്മൾ അറിയുന്നില്ല. ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭാഗത്തിന്റെ ചരിത്രം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. മുഗളന്മാരുടെ ചരിത്രങ്ങൾ പോസിറ്റീവ് വശം, കോൺഗ്രസിന്റെ ചരിത്രങ്ങൾ പോസിറ്റീവ് വശം, ഈ പറയുന്ന ഇന്ത്യൻ കരസേനയുമായി ബന്ധപ്പെട്ട് അതിന്റെ വേറൊരു വശം. യഥാർത്ഥത്തിൽ ഒരുപാട് ചരിത്രങ്ങളെ വളച്ചൊടിച്ചും ഇല്ലാതാക്കിയും മൂടുപടം കൊണ്ടുമൊക്കെ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടാണ് പല ആളുകളും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ കേരളത്തിൽ, അതായത് തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എനിക്കൊക്കെ ആശങ്ക ഉണ്ടാകുന്ന ഒരു കാര്യം, ഇവിടെ ഏതെങ്കിലും ഹിന്ദു വർഗീയ സംഘടനയെ പറ്റി പറയുമ്പോൾ ഹിന്ദുക്കളെല്ലാം കൂടെ വന്നിട്ട് അതിനെ ആക്രമിക്കുന്നത് കാണാറില്ല. ആ സംഘടനയിൽപ്പെട്ട ആളുകൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിന്ദു വർഗീയ സംഘടന വേണ്ട, ഇപ്പം RSSനെ തന്നെ എടുക്കുക. RSS ഒരു ഹിന്ദു സംഘടനയാണ് എന്നാണല്ലോ വിശ്വസിക്കപ്പെടുന്നത്. RSS ഹിന്ദുയിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വരുന്ന സംഘടന ആയതുകൊണ്ട് RSSനെതിരെ എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾ എല്ലാം കൂടെ വന്ന് അതിനെ ആക്രമിക്കാൻ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. RSSൽപ്പെട്ട ആളുകളോ അതിനോട് താല്പര്യമുള്ള ആളുകളോ വന്നിട്ട് എന്ത് ചെയ്യും, RSSനെ ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് എതിർക്കാൻ ശ്രമിക്കും. പക്ഷേ അതൊക്കെ നിൽക്കട്ടെ. അതിനേറെ പറഞ്ഞത് ശശികല ടീച്ചറാണ് ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പുന്ന ആളുകൾ പറയുന്നുണ്ട്. ശശികല ടീച്ചറിന് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞ ടീച്ചർ വന്ന്, ശശികല ടീച്ചർ ഒന്ന് ഫേസ്ബുക്കിൽ 4 വർത്താനം പറയുന്നതല്ലാതെ ആരെങ്കിലും, എനിക്ക് തോന്നുന്നു RB ബാബു എന്തെങ്കിലും പറയാൻ രംഗത്ത്, വേറെ ആരും അതിൽ വന്നു കിടന്ന് നിലവിളിക്കുന്നതും കൂട്ടക്കരച്ചിൽ നടത്തുന്നതും നമ്മളാരും കണ്ടിട്ടില്ല, കാണാറില്ല. പക്ഷെ ഇവിടെ നോക്കൂ, അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ, ബംഗ്ലാദേശിലെ തീവ്രവാദികൾക്കെതിരെ, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ, അതുപോലെ തന്നെ ഇറാനിലെ അൽ-ഖ്വയ്ദ, ഹൂത്തി തുടങ്ങിയ തീവ്രവാദികൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിൽ ഒരു ചർച്ച വരുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നോക്കിയാൽ മതി,
കംപ്ലീറ്റ് അവരെ അനുകൂലിക്കുന്ന കുറേ വിഭാഗം ഉണ്ടാകും. ഇവരൊക്കെ ഈ തീവ്രവാദികളോട് അനുകൂലമുള്ള ആളുകൾ തന്നെയല്ലേ ഇവരെന്നാണ് എൻ്റെ സംശയം. എന്നിട്ട് പറയും നമ്മൾ മതേതരത്വവാദികളാണ് എന്ന്. തീർച്ചയായിട്ടും. ഇനി നമുക്ക് തീരാറാവുമ്പോൾ ഈ പന്നികൾ തമ്മിലടിക്കുന്ന എന്തിനെന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയ കനത്ത ആക്രമണങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം താലിബാൻ സേന തിരിച്ചടിച്ചതായി നിരവധി പോയിന്റുകൾ ലക്ഷ്യം വെച്ചതായും അഫ്ഗാനിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതായി പേരെടുത്ത് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ആക്രമണങ്ങൾ സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്താണ് നടന്നതെന്ന് അവർ പറയുന്നു. പാകിസ്ഥാനുമായുള്ള അതിർത്തിയെ പരാമർശിക്കാൻ അഫ്ഗാൻ അധികാരികൾ ഉപയോഗിച്ച പ്രയോഗമാണ് സാങ്കല്പിക രേഖ. അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്ത ക്ഷുദ്ര ശക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും കേന്ദ്രങ്ങൾക്ക് ഒളിത്താവളങ്ങളുമായി വർത്തിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറമുള്ള നിരവധി പോയിന്റുകൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നു. അതായത് ഈ തീവ്രവാദികളെ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു. ആ പാകിസ്ഥാനെ ഞങ്ങൾ വെറുതെ വിടില്ല. അതിനാണ് ഈ പന്നികൾ തമ്മിൽ കിടന്നടിക്കുന്നത്. അടിച്ചോളൂ, നിങ്ങൾ അടിച്ച് തീരുക, എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവുക. കൂറികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്.